എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 15 പ്രസിദ്ധീകരിക്കും. ജൂൺ 15 എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് ഈ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാകും. അതായത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ അത് സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിച്ചത് ആ ഒരു ജില്ല, അതിനുശേഷം ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ളത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. ആദ്യം സ്പോർട്സ് കോട്ടയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോയ പേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് ഇൻ യുവർ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് സ്പോർട്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് അലോട്ട് റിസൾട്ട്സ് സ്പോർട്സ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് സ്പോർട്സ് കോട്ടയിൽ കിട്ടിയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ കിട്ടിയിട്ടുള്ള സീറ്റിലേക്ക് നിങ്ങൾ അതായത് എവിടെയാണോ കിട്ടിയത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അത് കാൻഡിഡേറ്റ് ലോഗിൻ ഈ ഒരു SWS ലിങ്ക് വഴിയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോഴ്സിലാണ് ഇഷ്ടപ്പെട്ട കോഴ്സ്, അപ്പോൾ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ഒരു നിശ്ചിത ഡേറ്റിനുള്ള, അതായത് ഒരു 2 ദിവസമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അതായത് 15-ാം തീയതി റിസൾട്ട് വന്നാൽ 16, 17 തീയതികളായിട്ട്, അത് തിങ്കളും ചൊവ്വാഴ്ചയായിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യ ദിവസം തന്നെ അഡ്മിഷനായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ട് സ്പോർട്സ് കോട്ടയിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങളിപ്പോൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ SSLCയുടെ റിസൾട്ടിൻ്റെ കോപ്പി, SSLCയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വല്ല ക്ലബ്ബ്, അതുപോലെ NSS അല്ല USS, LSS, NMMS, NTSC ഇതുപോലുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സയൻസ് ക്ലബ്ബ്, സോഷ്യൽ ക്ലബ്ബ് ഇതുപോലെ ക്ലബ്ബുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്,
അതുപോലെ തന്നെ നിങ്ങൾ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ എടുക്കേണ്ട ഒരു ഡോക്യുമെൻറ്റ്സാണ് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനായിട്ട് നൽകിയിട്ടുള്ളത്. ആ ഒരു എല്ലാവിധ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സും, അതായത് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അഡ്മിഷൻ ഫീസ് കൂടി വിദ്യാർത്ഥികൾ എടുക്കണം. കാരണം ഇത് സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്, മുഖ്യഘട്ടത്തിലെ ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് സ്പോർട്സ് കോട്ടയുടേത്. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ ഈ ഒരു അലോട്ട്മെൻറ്റിന് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ഫീസ് കൂടി എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരപ്രവേശനമാണ് കിട്ടുക, അതായത് പെർമനൻറ്റ് അഡ്മിഷനാണ് സ്പോർട്സ് കോട്ടയിൽ കിട്ടുക. കാരണം സ്പോർട്സ് കോട്ടയിലെ മുഖ്യഘട്ടത്തിലുള്ള ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു മെറിറ്റ് സീറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏതിൽ വേണോ, സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ സീറ്റ് വേണോ അല്ലെങ്കിൽ ഈ ഒരു മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിലേക്ക് വേണോ എന്നുള്ള അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സ്പോർട്സ് കോട്ടയിൽ ഒരു സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ സെയിം സ്കൂളിൽ മറ്റൊരു ഓപ്ഷനാണ്, മറ്റൊരു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് അടച്ച് നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതേസമയം മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിലെ സ്കൂളിൽ നിന്നുള്ള അഡ്മിഷൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടിയ സീറ്റിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങിക്കുക. ആ ഒരു സ്കൂളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ, അത് സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. കാരണം സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചു, എനിക്ക് അലോട്ട്മെൻ്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, ഫസ്റ്റിലും കിട്ടിയില്ല, സെക്കൻഡിലും അലോട്ട്മെൻറ്റും കിട്ടിയില്ല, അപ്പോൾ എനിക്ക് ഈ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ, അതായത് സ്പോർട്സ് കോട്ടയെല്ലാം അതുപോലെ മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ MRS കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട, ഈ ഒരു ഏതെങ്കിലും ഒരു കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അല്ല ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് ഏതെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വിവിധ കോട്ടകളുടെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.